നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അതിഥിയായി വന്നത് വെറുതെയല്ല. ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ തന്ത്രപരമായ ചില കരാറുകളിൽ ഒപ്പുവെക്കുകയുണ്ടായി. അതൊരുപക്ഷേ ഇന്ത്യയുടെ ഈ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കരാറുകളിൽ ഒന്നാണെന്ന് മാത്രമല്ല, നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനെയും ചൈനയെയും വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുന്ന ഒരു കരാർ കൂടിയാണ്. അതെന്താണെന്ന് വ്യക്തമാക്കുന്നതിന് മുമ്പ് 2023 ജൂലൈ 13 പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട ഒരു പ്രസ് റിലീസ് ഉണ്ട്. ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇന്ത്യയും ഫ്രാൻസും ഇൻഡോ പസഫിക്കിലെ ദീർഘകാല തന്ത്രപ്രധാന പങ്കാളികളാണ്. 1947 ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയും 1998 തന്ത്രപരമായ തലത്തിലേക്ക് പങ്കാളിത്തം ഉയർത്തുകയും ചെയ്തത് മുതൽ ഐക്യരാഷ്ട്ര സഭയുടെ ചാർട്ടറും അന്താരാഷ്ട്ര നിയമത്തിൽ വേരൂന്നിയ പൊതുമൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമ്മുടെ ഇരു രാജ്യങ്ങളും സ്ഥിരമായി ഒരുമിച്ച് പ്രവർത്തിച്ചു. പരസ്പര വിശ്വാസത്തിന്റെ ഉയർന്ന തലത്തിൽ കെട്ടിപ്പടുക്കുകയും തത്വങ്ങളോടുള്ള പ്രതിബദ്ധത പങ്കിടുകയും ചെയ്തു. ഇൻഡോ ഫ്രഞ്ച് പങ്കാളിത്തത്തിന്റെ 25ാം വാർഷികം പ്രമാണിച്ച് 2047 വരെ ഉഭയകക്ഷി ബന്ധത്തിന്റെ ഗതി നിശ്ചയിക്കുന്നതിനുള്ള ഒരു മാർഗരേഖ സ്വീകരിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചു. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് രണ്ട് രാജ്യങ്ങളും 2047, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 100 വർഷം തികയുന്ന വർഷം, അത് മാത്രമല്ല നമ്മൾ വികസിത രാജ്യമാകുമെന്ന് മോദി പ്രഖ്യാപിച്ചിരിക്കുന്നത് 2047 അപ്പൊ അത്രയും ദീർഘകാലത്തേക്ക് വേണ്ട ഒരു പദ്ധതി അനുസരിച്ച് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ ഗതി നിശ്ചയിക്കുന്നതിനുള്ള ഒരു മാർഗരേഖയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സ്വീകരിക്കാനായിട്ട് സമ്മതിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇത് ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്ന 100ാം വർഷം കൂടിയാണ് ഈ 2047. അത് ഒരുപാടുണ്ട് കേട്ടോ, ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. ഇമ്പോർട്ടന്റ് പോയിന്റുകൾ പറഞ്ഞു പോകാം. ഈ നമ്മുടെ ഭൂമി നേരിടുന്ന പ്രശ്നങ്ങളിൽ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുക, നിയമവാഴ്ച, ജനാധിപത്യം എന്നീ മേഖലകളിലെല്ലാം സഹകരണം ശക്തിപ്പെടുത്തുക, യൂറോപ്യൻ യൂണിയനിടയിൽ ഈ ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിലൂടെ യൂറോപ്യൻ യൂണിയനെയും ചേർത്തുകൊണ്ട് ഒരു ശക്തമായ ഒരു ബന്ധം കെട്ടിപ്പൊക്കുക എന്നതാണ് ഈ ഒരു സൗഹൃദത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇതിനകത്ത് പറയുന്ന മറ്റു പോയിന്റുകൾ നോക്കുക. സുരക്ഷയ്ക്കും പരമാധികാരത്തിനുമുള്ള പങ്കാളിത്തം ഇന്ത്യയും ഫ്രാൻസും തമ്മിലുണ്ട്. പരമാധികാര പ്രതിരോധ ശേഷികൾ ഒരുമിച്ച് കെട്ടിപ്പടുക്കുക, അതായത് ആയുധ നിർമ്മാണം അടക്കം പ്രതിരോധ രംഗത്ത് പരസ്പരം സഹകരിച്ചുകൊണ്ട് ഈ ആയുധ നിർമ്മാണം പോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കെട്ടിപ്പൊക്കുക എന്നതുകൂടി അതിനകത്ത് അർത്ഥമുണ്ട്. സ്വയം പര്യാപ്തമായ പ്രതിരോധ വ്യവസായ സാങ്കേതിക അടിത്തറ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ പ്രധാന പങ്കാളികളിൽ ഒന്നാണ് ഫ്രാൻസ് എന്ന് പറയുന്നുണ്ട്. ഈ സഹകരണം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ വ്യാവസായിക സഹകരണത്തിന്റെ ഉയർച്ച കണക്കിലെടുത്ത ഇന്ത്യ പാരീസിലെ എംബസിയിൽ DRDOയുടെ ഒരു സാങ്കേതിക ഓഫീസ് സ്ഥാപിക്കും എന്ന് അടക്കമുള്ള കാര്യങ്ങൾ 2023 തന്നെ ധാരണയിലായിട്ടുണ്ട്. സോ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഉണ്ടായതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പരസ്പര വിശ്വാസത്തിൽ വേരൂന്നിയ പ്രതിരോധ വ്യാവസായിക പങ്കാളിത്തത്തിന്റെ മറ്റു ഉദാഹരണങ്ങളിൽ ശക്തി എഞ്ചിനായിട്ടുള്ള ഫോർജിങ്, കാസ്റ്റിംഗ് എന്നിവയുടെ സാങ്കേതിക കൈമാറ്റം, സാങ്കേതിക വിദ്യാ കൈമാറ്റം, മേക്കിംഗ് ഇന്ത്യ എന്നിവയെ പിന്തുണയ്ക്കാനുള്ള ഫ്രഞ്ച് പദ്ധതിയുടെ പ്രതിഫലനമാണ് ഇതെന്നുകൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ശാസ്ത്രീയവും വാണിജ്യപരവുമായ പങ്കാളിത്തം, CNESും അതുപോലെ ഇസ്രോയും തമ്മിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ചും ഇതിനകത്ത് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. തീവ്രവാദത്തിന് എതിരായിട്ടുള്ള പോരാട്ടം ഒന്നിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കേട്ടോ, സെക്യൂരിറ്റി, ശാസ്ത്രം, സഹകരണം. ചുരുക്കി പറഞ്ഞാൽ ഈ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കാളിയായിട്ട് ഫ്രാൻസ് മാറിയിരിക്കുകയാണ്. ഇത് വായിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇത് ഞാൻ എന്തായാലും നമ്മുടെ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും ഒന്ന് വായിച്ചു നോക്കാം. അപ്പം നമ്മൾ ഇതിനകത്ത് പറയാൻ കാരണം ഈ 2023 തന്നെ 25ാം വാർഷികവുമായി ബന്ധപ്പെട്ട് തന്നെ ഇത്തരം ഒരു ധാരണ ഇന്ത്യക്കും ഫ്രാൻസിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിൽ എത്തിയ സമയത്ത്, റിപ്പബ്ലിക് ദിനത്തിൽ എത്തിയ സമയത്ത് ചില കരാറുകളിൽ ഒപ്പുവെച്ചു എന്ന് നമ്മൾ എല്ലാവരും കേട്ടു. എന്ത് കരാറുകളാണ് എന്നതിനെ കുറിച്ച് നമുക്ക് അതിനകത്ത് വ്യക്തമായിട്ട് പലർക്കും ഒരു ധാരണ ഉണ്ടായില്ല. ഈ കരാറുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കരാർ എന്ന് പറയുന്നത് ഡിഫൻസ് സ്പേസ് എഗ്രിമെന്റ് ആണ്. ഈ ഡിഫൻസ് സ്പേസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങളും കൂടെ ചേർന്നുകൊണ്ട് ബഹിരാകാശ രംഗത്ത് യോജിച്ച് പ്രവർത്തിക്കാനുള്ള ചില തീരുമാനങ്ങൾ എടുത്തു. അതായത് ഒഫൻസീവും ഡിഫൻസീവുമായിട്ടുള്ള ക്യാപ്പബിലിറ്റീസ് ഉള്ള സാറ്റലൈറ്റുകൾ ഒന്നിച്ച് രണ്ട് രാജ്യങ്ങളും ചേർന്ന് ലോഞ്ച് ചെയ്യാനുള്ള പദ്ധതിയും തീരുമാനവും ഈ കരാറിന്റെ ഭാഗമായിട്ട് ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് കൈക്കൊണ്ടിട്ടുണ്ട്. ഫ്രഞ്ച് ഡിഫൻസ് മിനിസ്റ്ററും ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലും ചേർന്ന് ഈ നമ്മുടെ ജനുവരി 26 ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. ഈ സമയത്ത് ഇമ്മാനുവൽ മാക്രോൺ നരേന്ദ്രമോദിയോടൊപ്പം ചേർന്നുകൊണ്ട് റിപ്പബ്ലിക് ദിന പരേഡ് അറ്റൻഡ് ചെയ്യുക കൂടിയാണ്. സോ വളരെ കൃത്യമായ പ്ലാനിങ് ഇന്ത്യക്കും ഫ്രാൻസിനും ഇക്കാര്യത്തിലുണ്ട്. ഒന്നിച്ച് ചേർന്നിട്ട് ഡിഫൻസ് ക്യാപ്പബിലിറ്റീസ് ബിൽഡ് ചെയ്യുക, ഓപ്പറേഷണൽ ക്യാപ്പബിലിറ്റീസ് ഡെവലപ്പ് ചെയ്തെടുക്കുക, അതോടൊപ്പം തന്നെ ഗ്ലോബൽ സിറ്റുവേഷൻസിൽ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഒന്നിച്ച് സഹകരിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ പ്രൊട്ടക്ഷൻ വളരെ പ്രധാനമാണ്. അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ നിരീക്ഷണം പോലെയുള്ളവയ്ക്ക് വേണ്ടിയിട്ടുള്ള സാറ്റലൈറ്റുകളുടെ അടക്കം പ്രൊട്ടക്ഷൻ,
കാരണം ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ബഹിരാകാശത്ത് ആധിപത്യം സ്ഥാപിക്കാനും മറ്റ് രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകളടക്കം ലക്ഷ്യമിടാനും ഒക്കെ പദ്ധതി ഇടുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാനും വേണ്ടി വന്നാൽ തിരിച്ചടി കൊടുക്കാനും പറ്റുന്ന പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കാനും സാറ്റലൈറ്റുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാനും ഒക്കെയുള്ള ധാരണയാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും പഴയ ഒരു സിവിലിയൻ സ്പേസ് പാർട്ണർ കൂടിയാണ് ഫ്രാൻസ്. രണ്ട് രാജ്യങ്ങളും സഹകരിച്ചുകൊണ്ടാണ് ഈ രംഗത്ത് ഇനി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ചൈനയും പാകിസ്ഥാനെയും വളരെയധികം ഭയപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ കാരണം ടെക്നോളജി കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ ഡിഫൻസ് ക്യാപ്പബിലിറ്റിയും അതുപോലെ മേക്കിംഗ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ആയുധ നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാലോ, നമുക്ക് എഞ്ചിൻ നിർമ്മാണമൊക്കെ ഇപ്പോഴും ഒരു വലിയ തടസ്സമാണ് യുദ്ധവിമാനങ്ങൾക്ക്. അപ്പോൾ ഇതിനൊക്കെ വേണ്ട ഹെൽപ്പ് ഫ്രാൻസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുമെന്ന് ഉറപ്പായി. 2047 വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ കരാറാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇമ്മാനുവൽ മാക്രോൺ ആണെങ്കിൽ വളരെ യങ് ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് ആണ് ഫ്രാൻസിന്റെ. 39 വയസ്സേ ഉള്ളൂ. അദ്ദേഹം വളരെ പോപ്പുലർ ആണ്. അദ്ദേഹത്തിന് തുടർന്നും കുറെ കാലം വേണമെങ്കിൽ ഫ്രാൻസിൽ പ്രസിഡന്റ് ആകാനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ള ആൾക്കാർ പ്രസിഡന്റായിട്ട് വരാനുള്ള സാധ്യതകളൊക്കെ അവിടുത്തെ രാഷ്ട്രീയത്തിലുണ്ട്. അപ്പോൾ ഇന്ത്യയുമായിട്ട് ഒരു കരാർ ഇമ്മാനുവൽ മാക്രോൺ ഒപ്പുവെക്കുമ്പോൾ അതിന് വളരെ വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ചർച്ചകൾ നടന്നിട്ട് തന്നെയായിരിക്കും ആ ഒരു കരാർ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഫ്രാൻസും ഇന്ത്യയും തമ്മിൽ എല്ലാ മേഖലയിലും 98 മുതൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഇരു രാജ്യങ്ങൾക്കിടയിൽ ഉണ്ട്. അത് വളരെ സത്യസന്ധമായി മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടുകെട്ടാണ്. മ്യൂച്വൽ റെസ്പെക്റ്റും മ്യൂച്വൽ ഇൻട്രസ്റ്റും അവരെ ആ ഒരു റിലേഷനിൽ നമ്മൾ കാണുന്നുമുണ്ട്. ഇന്നേ വരെ അത് ഒരു തരത്തിലും ഇന്ത്യക്ക് എതിരായിട്ട് ഫ്രാൻസ് അതിനുശേഷം ഒരു നിലപാട് എടുത്തിട്ടുമില്ല. അപ്പോൾ ഇന്ന് അത് കൂടുതൽ അടുത്തൊരു തലത്തിലേക്ക് പോകുമ്പോൾ ഇത് ശരിക്കും ചൈനയെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നോളജി കയ്യിലുള്ള ഒരു രാജ്യമാണ് ഫ്രാൻസ്. യൂറോപ്പിലെ ഏറ്റവും ശക്തമായ രാജ്യമാണ്. ഇത് ഒരുപക്ഷെ പലർക്കും അറിയില്ല. അതായത് ബ്രിട്ടനേക്കാളും പവർഫുൾ ആണ് ഫ്രാൻസ്. അത് എക്കണോമിക്കലി ആണെങ്കിലും അത് മിലിറ്ററി സ്ട്രെങ്ത്തിന്റെ കാര്യത്തിലാണെങ്കിലും ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും ബ്രിട്ടനേക്കാളും അഡ്വാൻസ്ഡ് ആണ് ഇന്ന് ഫ്രാൻസ് എന്ന് പറയുന്നത്. യൂറോപ്പിലെ കരുത്തരായ രാജ്യമാണ്. സോ ഫ്രാൻസുമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു സൗഹൃദത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഹിന്ദുസ്ഥാൻ ടൈംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത അനുസരിച്ചാണെങ്കിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണ് ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അതായത് ഒരു ലിമിറ്റും ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാ മേഖലയിലും സഹകരിക്കാം, പരിധികളില്ലാത്ത അതിരുകളില്ലാത്ത സൗഹൃദമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലെന്നാണ് ഇമ്മാനുവൽ മാക്രോൺ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഫ്രാൻസ് ഇന്ത്യയെ ഡിഫൻസ് രംഗത്ത് അത് ഡിസൈനിങ്ങിന്റെ കാര്യത്തിൽ, ഡെവലപ്പിങ്ങിന്റെ കാര്യത്തിൽ, മാനുഫാക്ചറിങ്ങിന്റെ കാര്യത്തിൽ എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. യാതൊരു തരത്തിലുമുള്ള പരിധികളോ അല്ലെങ്കിൽ നിബന്ധനകളോ ഇല്ലാത്ത സൗഹൃദമാണ് ഫ്രാൻസ് ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഒരു ലോങ് ടേം കണക്കാക്കിക്കൊണ്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് എല്ലാ മേഖലയിലും ഇന്ത്യയും ഫ്രാൻസും നടത്താനായിട്ട് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അന്താരാഷ്ട്ര വിഷയങ്ങൾ, അതിപ്പോൾ ഹൂതികളുടെ കാര്യം അല്ലെങ്കിൽ ഗാസയിലെ യുദ്ധം അല്ലെങ്കിൽ യുക്രൈൻ യുദ്ധം, ഈ വിഷയങ്ങളിലെല്ലാം പരസ്പരം യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള തീരുമാനവും ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ വായിച്ചതുപോലെ 2023 ജൂലൈയിൽ എടുത്ത ആ ഒരു ധാരണ അനുസരിച്ച് ഇരു രാജ്യങ്ങളും എല്ലാ മേഖലയിലും സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും നമ്മുടെ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ ഇടയിലായിട്ട് സുപ്രധാനപ്പെട്ട ചില കരാറുകൾ ഒപ്പുവെക്കുകയും ചെയ്തു. അതിൽ പലതും വളരെ രഹസ്യ സ്വഭാവമുള്ള കരാറുകളാണ്. അതിനെക്കുറിച്ച് റിവീൽ ചെയ്യാൻ പൂർണ്ണമായിട്ട് ഇന്ത്യ പോലും തയ്യാറായിട്ടില്ല. സോ ഇവിടെയാണ് ഇപ്പോൾ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് നേരിട്ട് ഞങ്ങൾ വെസ്റ്റുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്, ഫ്രാൻസ് ഞങ്ങളുടെ ഒരു വളരെ നല്ല സുഹൃത്താണ്, ഫ്രാൻസുമായിട്ടുള്ള സൗഹൃദം മെച്ചപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഫ്രാൻസ് വിചാരിക്കുകയാണെങ്കിൽ ഈ ബന്ധം നമുക്ക് മികച്ചതാക്കി മാറ്റാം, ഫ്രാൻസിൽ നിന്ന് ഇങ്ങോട്ടുള്ള കയറ്റുമതി ഞങ്ങൾ ഉയർത്താൻ തയ്യാറാണ്, ചൈനയ്ക്ക് യാതൊരു തരത്തിലും വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ട് ഒരു പ്രശ്നവുമില്ല എന്ന് വേണ്ട സോപ്പിടലെന്ന് പറഞ്ഞാൽ ഇജാതി സോപ്പിടൽ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടേ ഇല്ല. അത് കുറച്ചു മുമ്പ് നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ ആ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ചൈന ഇതിനകത്ത് ഫ്രാൻസും ഇന്ത്യയും തമ്മിൽ അടുക്കുമ്പോൾ, US ഇന്ത്യയും തമ്മിൽ അടുക്കുമ്പോൾ ഭയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഇത് ചൈനയ്ക്ക് അറിയാം, ചൈനയ്ക്കാണ് വലിയ പണി കിട്ടാൻ പോകുന്നതെന്ന്. കാരണം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ് ഫ്രാൻസ് അല്ലെങ്കിൽ ബ്രിട്ടൻ അല്ലെങ്കിൽ US പോലെയുള്ള രാജ്യങ്ങൾ. കാരണം 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുകയും ആയുധങ്ങളടക്കം ഡെവലപ്പ് ചെയ്തെടുക്കുകയും അതിനുശേഷം യുദ്ധത്തിൽ വിജയിക്കുന്നുണ്ട്. ഇപ്പോൾ ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ജപ്പാന്റെയും അതുപോലെയൊക്കെ ടെക്നോളജി ഒരുപാട് ഈ രാജ്യങ്ങൾ പങ്കിട്ടെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2ാം ലോക മഹായുദ്ധത്തിൽ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ട് മാറിയ രാജ്യങ്ങൾ കൂടിയാണ് ഇവർ. എന്നാൽ ചൈനയൊന്നും അതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അത്രയും ബെനിഫിറ്റ് ഒന്നും ചൈനയ്ക്ക് കിട്ടിയിട്ടില്ല. സോവിയറ്റ് സഹായത്തോടെയാണ് ചൈന പലതും നേടിയെടുത്തത്. പക്ഷേ ഇന്ന് ഇന്ത്യയുമായിട്ട് ഈ രാജ്യങ്ങൾ സഹകരിക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു ഏറ്റവും വലിയ ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ്. മാത്രമല്ല കുറെ കൂടെ സുതാര്യമാണ്.
മോദിയെ പോലെ ഒരു കരുത്തനായ ഭരണാധികാരിയുണ്ട്, പിന്നെ വലിയൊരു വിപണിയാണ്, പോപ്പുലേഷൻ കൂടുതലാണ്, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നമുക്ക് അനുകൂലമായിട്ടുണ്ട്. മാത്രമല്ല ചൈനയെക്കാളും ഒരു മെച്ചപ്പെട്ട ഒരു പൊസിഷനാണ് ഭൂമിയിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനുള്ളത്. അത് പൊസിഷൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഗ്ലോബൽ ഒരു മാപ്പ് നമ്മൾ എടുത്ത് നോക്കിയാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഭൂമിശാസ്ത്രപരമായി സ്ഥിതി ചെയ്യുന്നതും വളരെ തന്ത്രപരമായ ഒരു മേഖലയിലാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഫ്രാൻസിനെയൊക്കെ പോലുള്ള രാജ്യങ്ങൾക്കും ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ബന്ധമാണ്. ഇനി ടെക്നോളജിയുടെ കാര്യത്തിൽ ഇന്ത്യയും ഒട്ടും മോശമല്ല. ഇപ്പോൾ ഇസ്രോ ഒക്കെ നേടിയിരിക്കുന്ന അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ്. വലിയ ഹെൽപ്പൊന്നും ഇസ്രോയ്ക്കൊന്നും ഇക്കാര്യത്തിൽ കിട്ടിയിട്ടുമില്ല. അപ്പോൾ സ്വന്തം ലെവലിൽ ഇന്ത്യ എല്ലാ മേഖലയിലും ഇന്നിപ്പോൾ ഫ്രാൻസും US ഇന്ത്യ ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും ഫ്യൂച്ചറിൽ ഇന്ത്യ ഇതെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കും. സോ അവർ ഇന്ത്യയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ വാല്യൂ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫ്രാൻസ് ഇന്ത്യയോട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാല്യൂ ഇന്ത്യയുടെ ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്നതുകൊണ്ട് ഇന്ത്യയോട് പറഞ്ഞു, ഞങ്ങൾ ടെക്നോളജി കൈമാറാൻ തയ്യാറാണ്, ഒരു ലിമിറ്റുമില്ലാത്ത സൗഹൃദമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെയാണ് 2047 വരെ വളരെ സുതാര്യമായ ഒരു സൗഹൃദം, ദീർഘകാല പദ്ധതിയോട് കൂടിയുള്ള ഒരു കരാറിലേക്ക് ഇന്ത്യയും ഫ്രാൻസും ഒക്കെ എത്തുന്നത്. വികസിത രാജ്യം എന്ന് പറയുന്ന ഇന്ത്യയുടെ സ്വപ്നത്തിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു നിലപാടാണ് ശരിക്കും ഫ്രാൻസ് കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അത് തുടർന്നുണ്ടാകുമെന്നും ഫ്രാൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ചൈനയെ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യ ഫ്രാൻസുമായിട്ട് അടുത്തതും ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിൽ വന്നതും കരാറിൽ ഒപ്പുവിട്ടതും ഒക്കെ ചൈനയെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുന്നു. അവരതുകൊണ്ട് തന്നെ ഷി ജിൻപിങ് നേരിട്ട് ഇറങ്ങുകയാണ് ഫ്രാൻസുമായിട്ട് അടുക്കുന്നതിന് വേണ്ടി, യൂറോപ്പുമായിട്ട് അടുക്കുന്നതിന് വേണ്ടി. പക്ഷേ ദൗർഭാഗ്യവശാൽ അത് ചൈനയ്ക്ക് സാധിക്കില്ല. കാരണം ചൈന എന്താണെന്ന് വെസ്റ്റേൺ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഇന്ത്യ എന്താണെന്നും അവർക്ക് നന്നായിട്ട് അറിയാം. സോ അവർ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് വാല്യൂ കൊടുക്കുന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധത്തിന് അത്രയും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് മനസ്സിലാക്കാൻ നമ്മൾ ഇന്ത്യക്കാർക്ക് പോലും പലപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത.